കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മി എന്നിവരുടെ പേരുകൾ പുറത്തു വന്നിരിക്കുന്നു. നഗരസഭയിൽ ഇന്ന് രാജിവെച്ച UDF കൗൺസിലർ ബിജു ചിറേത്ത് ചാലക്കുടിയിൽ ജനവിധി തേടും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, പലവിധ അഭ്യൂഹങ്ങളും കടുത്തുരുത്തിയെക്കുറിച്ച് അവസാന നിമിഷം വരെ കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, 12 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കാണ് കേരള കോൺഗ്രസ് എം ഇത്തവണ മത്സരിക്കുന്നത്. അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണിയായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. നിലവിൽ പാർട്ടിക്ക് 5 സിറ്റിംഗ് MLA-മാരാണ് ഉള്ളത്. ഇതുകൂടാതെ മറ്റ് 7 പേരുടെ പട്ടികകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ കടുത്തുരുത്തിയാണ്. ഇവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ നിർമ്മല ജിമ്മിയായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക. നിരവധി പേരുകൾ ഇവിടേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ നിർമ്മല ജിമ്മിയെ ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ കൂടി കണക്കിലെടുത്താണ് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ PJ ജോസഫിനെ നേരിടുന്നത് യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സിറിയക് ചാഴികാടനായിരിക്കും. മുൻ MLA-യും MP-യും ഒക്കെയായ തോമസ് ചാഴികാടൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ ഇടിമിന്നലേറ്റ് മരിച്ച ബാബു ചാഴികാടൻ്റെയും സഹോദരപുത്രനാണ് സിറിയക് ചാഴികാടൻ. കൂടാതെ ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് നിലവിൽ അവിടെ UDF-ന്റെ കൗൺസിലറായ ബിജു ചിറേത്ത് ആയിരിക്കും. ഇന്ന് ഉച്ചയോടുകൂടി ബിജു ചിറേത്ത് ചാലക്കുടിയിലെ കൗൺസിലർ സ്ഥാനം രാജിവെച്ചിരുന്നു. പെരുമ്പാവൂരിൽ ബേസിൽ പോളാണ് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിക്കുക.